PSC എക്സാമിന് തയ്യാറെടുക്കുന്ന ഏവരെയും പുതിയൊരു നല്ലൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത് കർണാട്ടിക് യുദ്ധമാണ്. യുദ്ധങ്ങളിലൂടെ എന്നുള്ളൊരു വലിയ പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് പഠിക്കുന്നതാണ് കർണാട്ടിക് യുദ്ധം. കർണാട്ടിക് യുദ്ധം എന്നാണ് നടന്നത്, ആര് തമ്മിലാണ് നടന്നത്, ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്ന കാലഘട്ടം, രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്ന കാലഘട്ടം, മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്ന കാലഘട്ടം, ആര് തമ്മിലായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു, ഇത് അവസാനിക്കാനുള്ള എടുത്ത സന്ധി ഉടമ്പടി ഏതൊക്കെയാണ്, അത് ഏത് വർഷങ്ങളിലാണ്, ഇതൊക്കെ നമുക്കൊന്ന് പഠിച്ചെടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു പോർഷനാണ് യുദ്ധങ്ങളിലൂടെ എന്നൊരു വലിയൊരു പോർഷൻ. അതിൽ ഓരോ യുദ്ധങ്ങളാണ് നമ്മളിന്ന് പഠിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ പഠിക്കുന്നതാണ് കർണാട്ടിക് യുദ്ധം. 27 പോയിന്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാൻ. വെറും 27 പോയിന്റ് പഠിച്ചെടുക്കുകയാണെങ്കിൽ കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും നമുക്ക് PSC എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളാണ്. അപ്പം ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളാണ്. 2 പോയിന്റ് നമുക്ക് കിട്ടി. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമാണ് കർണാട്ടിക് യുദ്ധം നടത്തിയത്. വേദി നമ്മൾ പഠിച്ചു. തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളാണ്. അടുത്ത പോയിന്റാണ് കർണാട്ടിക് യുദ്ധ കാലഘട്ടങ്ങൾ. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. അതിൻ്റെ കാലഘട്ടം നമുക്കൊന്ന് നോക്കാം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 1746 മുതൽ 1748 വരെ. രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്ന കാലഘട്ടം 1748 മുതൽ 1754 വരെ. മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് 1758 മുതൽ 1763. വർഷം നോക്കുക, 3 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. 3 പോയിന്റ്സ് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിയണം. അടുത്ത പോയിന്റാണ്, അടുത്ത പ്രധാനപ്പെട്ട 5 പോയിന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 5 പോയിന്റ് പഠിക്കുന്നതിന് മുമ്പ് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാന യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. പോയിന്റ് നോക്കാം. എയ്ക്സ്-ലാ-ഷാപ്പേൽ ഉടമ്പടി ഒന്നാം കർണാട്ടിക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. പോയിന്റ് പഠിക്കുക. എയ്ക്സ്-ലാ-ഷാപ്പേൽ ഉടമ്പടി. എയ്ക്സ്-ലാ-ഷാപ്പേൽ ഉടമ്പടി. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണറുടെ പേരാണ് ഡ്യൂപ്ലേ. അടുത്തതാണ് 2 പോയിന്റ് ഒന്നിച്ചു കൊടുക്കാം. മദ്രാസ് എന്ന് പറയുന്ന ആൻസർ. എന്തൊക്കെ പ്രത്യേകതകളാണുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശമാണ് മദ്രാസ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലെ ആക്സ്-ലാ-ചാപ്ലെ സന്ധിയുടെ ഫലമായി ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച ഇന്ത്യൻ പ്രദേശമാണ് മദ്രാസ്. 2 പോയിന്റ് കിട്ടിയല്ലോ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശമാണ് മദ്രാസ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലെ ആക്സ്-ലാ-ചാപ്ലെ സന്ധിയുടെ ഫലമായി ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച ഇന്ത്യൻ പ്രദേശമാണ് മദ്രാസ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച വടക്കേ അമേരിക്കയിലെ പ്രദേശമാണ് ലൂയിസ്ബർഗ്. അടുത്ത പോയിന്റാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം. രണ്ടാം കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് 4 പോയിന്റ് പഠിക്കാനുണ്ട്. അതിൻ്റെ കാരണം, ബ്രിട്ടീഷ് സേനയെ നയിച്ച രണ്ടാം കർണാട്ടിക് യുദ്ധകാലത്ത് ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആരാണ്, ഫ്രഞ്ച് സേനയെ നയിച്ചത് ആരാണ്. എന്തായാലും ബ്രിട്ടീഷും ഫ്രഞ്ചുകാരും തമ്മിലാണ് ഇത് നടന്നത്. കർണാട്ടിക് യുദ്ധങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് നടന്നത്. അപ്പോൾ അതിൻ്റെ നേതൃത്വം കൊടുത്തത് ആരാണെന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമുക്കത് നോക്കാം. ആ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കാം. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഹൈദരാബാദിലും കർണാട്ടിക്കിലും ഉണ്ടായ പിന്തുടർച്ചാവകാശത്തിൻ്റെ തർക്കമാണ്. ഹൈദരാബാദിലും കർണാട്ടിക്കിലും ഉണ്ടായ പിന്തുടർച്ചാവകാശ തർക്കമാണ് ഇതിന് കാരണം. ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണേ. ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ്. ഫ്രഞ്ച് സേനയെ നയിച്ചത് ഡ്യൂപ്ലേ ആണ്. ഫ്രഞ്ച് സേനയെ
നയിച്ചത്. അവിടെ ഞാനൊരു ഹിൻഡ് പറഞ്ഞുതരാം. ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ഓർത്തിരും. ഇപ്പോൾ റോബർട്ട് ക്ലൈവ് ആണോ ഡ്യൂപ്ലേ ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയെങ്കിലും ഓർത്തിരുന്നാൽ മതി. ബ്രിട്ടീഷിനകത്ത് ബി ഉണ്ട്, റോബർട്ടിനകത്തും ബി ഉണ്ട്. ഞാൻ ഓർത്തിരിക്കുന്ന ഒരു മെത്തേഡ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഫ്രഞ്ച് സേനയെ നയിച്ചത് ഡ്യൂപ്ലേ, FD ഓർത്താൽ മതി. ഫ്രഞ്ചിൻ്റെ ആദ്യത്തെ ലെറ്ററും ഡ്യൂപ്ലേയുടെ ആദ്യത്തേത് ഓർത്താൽ മതി. FD ഓർത്താൽ മതി. റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ്. അതുപോലെ തന്നെ റോബർട്ട് ക്ലൈവ് ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്നും ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകി. അപ്പോൾ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്നും ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പം നമ്മൾ കാരണം പഠിച്ചു. ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആരാണെന്ന് പഠിച്ചു, റോബർട്ട് ക്ലൈവും. ഫ്രഞ്ച് സേനയെ നയിച്ചത് ആരാണെന്ന് പഠിച്ചു, ഡ്യൂപ്ലേയുമാണ്. ഇനി മൂന്നാം കർണാട്ടിക് യുദ്ധമാണ്. അതിൻ്റെ കാരണം, പിന്നെ ആരൊക്കെ തമ്മിലായിരുന്നു, പിന്നെ ഫ്രഞ്ച് ഗവർണർ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ്. 1756 ഈ യുദ്ധം നടന്നത്. യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ്. ബ്രിട്ടനും ഫ്രാൻസുമായിരുന്നു ഈ യുദ്ധം. എന്തായാലും ആണല്ലോ, ബ്രിട്ടനും ഫ്രാൻസും ആണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഗവർണർ ജനറൽ ആ സമയത്ത് കൗണ്ട് ഡി ലാലിയാണ് ആ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ജനറൽ. പോയിന്റ്സ് ഓർക്കുക, കാരണം പഠിക്കുക, ആരൊക്കെ തമ്മിലാണ് ഈ യുദ്ധം നടന്നതെന്ന് നോക്കുക, ആരായിരുന്നു ഫ്രഞ്ച് ഗവർണർ എന്ന് നോക്കുക. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ്സ് കൂടെ പഠിക്കാനുണ്ട്. വാണ്ടിവാഷ് യുദ്ധം. എന്താണ് വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയുന്നത്? ഏത് വർഷമാണ്? ഏതൊക്കെ എത്ര പോയിന്റ് ഉണ്ട് പഠിക്കാൻ? 6 പോയിന്റ് ഉണ്ട് വാണ്ടിവാഷുമായിട്ട് നമുക്ക് പഠിക്കാൻ കേട്ടോ. 6 പോയിന്റ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലെ പ്രധാന പോരാട്ടമാണ് വാണ്ടിവാഷ് യുദ്ധം. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ്. 1760 ഈ യുദ്ധം നടന്നത്. വാണ്ടിവാഷ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. വന്തവാശി. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ ഇംഗ്ലീഷ് സൈന്യാധിപൻ ആരായിരുന്നു? കേണൽ ഐർകുട്ട്. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് ഗവർണർ ജനറലാണ് കൗണ്ട് ഡി ലാലി. അടുത്തൊരു 3 പോയിന്റ് കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. പ്രധാനപ്പെട്ട 3 പോയിന്റ് നമുക്ക് നോക്കാം. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ആക്സ്-ലാ-ചാപ്ലിൻ 1748. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി പോണ്ടിച്ചേരി സന്ധി 1754. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി 1763 പാരീസ് ഉടമ്പടി. 1763 പാരീസ് ഉടമ്പടി. പ്രധാനപ്പെട്ട 27 പോയിന്റ്സ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. വളരെ വളരെ ലളിതമായിട്ടാണ് ഈ പോയിന്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, 27 പോയിന്റ് ഉണ്ട്. ഒന്നാം കർണാട്ടിക് യുദ്ധം, രണ്ടാം കർണാട്ടിക് യുദ്ധം, മൂന്നാം കർണാട്ടിക് യുദ്ധം എന്നൊക്കെയാണ് നടന്നത്. ഈ യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ സന്ധി എന്തൊക്കെയാണ്, അത് നടന്ന വർഷം ഏതാണ്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധങ്ങൾ നടന്നത്, ആ സമയത്ത് ബ്രിട്ടീഷ് നേതൃത്വം കൊടുത്തത് ആരാണ്, സേനയെ നയിച്ചത് ആരാണ്, ഫ്രഞ്ച് സേനയെ നയിച്ചത് ആരാണ്. അതിനിടയ്ക്ക് നമ്മളൊരു കാര്യം കൂടെ പഠിച്ചു, വാണ്ടിവാഷ് യുദ്ധം. 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കർണാട്ടിക് യുദ്ധം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അവിടുന്നും ഇവിടുന്നും പഠിക്കാതെ ഈ കുറച്ച് നോട്ട്സ് വളരെ ലളിതമായിട്ട് എഴുതി തന്നിരിക്കുന്ന പോയിന്റ്സുകളാണ്. അത് നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഓരോ സെറ്റായിട്ട് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അപ്പം നമ്മൾ ആദ്യമേ കർണാട്ടിക് യുദ്ധങ്ങളെന്ന് പറഞ്ഞ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. എഴുതി വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 27 പോയിന്റ് കിട്ടിയില്ലെങ്കിലും ഒരു 10 പോയിന്റെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. ആദ്യത്തെ ഒരു ശ്രമത്തിൽ ഒരു 10 പോയിന്റെങ്കിലും കിട്ടാൻ ശ്രമിക്കുക. തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങളിലൂടെ 27 പോയിന്റ് നമ്മൾക്ക് ഹൃദയസ്ഥമാക്കണം.